ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റണേ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെബ്സൈറ്റിൽ ചാറ്റ് ചെയ്യുക. അതല്ല വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും വേണമെച്ചാൽ എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ മെസ്സേജസ് എന്താ പറയുന്നത്, ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഹലോ, അപ്പോൾ ലിബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി, ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ ഡെത്ത് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റ് എനർജിയിൽ പേജ് ഓഫ് കപ്സ് ഉണ്ട്. കറണ്ട് ഫെബ്രുവരി എനർജി നിങ്ങളുടെ ഫൂളാണ്. ഫ്യൂച്ചറിൻ്റെ എനർജി പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 10 ഓഫ് സോർഡ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഈ മാസം ഫെബ്രുവരിയിൽ എംപ്രസ് ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് എണ്ണിൽ നോക്കാം. വീഡിയോയുടെ എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി ഡെത്ത് എനർജിയാണ്. അപ്പോൾ ഈ ഡെത്ത് എനർജി സ്കോർപ്പിയോ എനർജിയാണ് ആക്ച്വലി. പക്ഷേ ഇതൊരു വലിയ ചേഞ്ചിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്, ഒരു വലിയ ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട്. ഇത് എന്തോ ഒരു പാസ്റ്റിൻ്റെ സൈക്കിൾ നിങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ സൈക്കിളിലേക്കാണ് പോണത്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്സിലാവാം. എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇതൊരു വലിയ മാറ്റമാണ്, ഒരു വലിയ ചേഞ്ച് ആണ്. അപ്പൊ എന്താണ് ഈ ഡെത്തിന്റെ എനർജി ഇവിടെ? 10 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ ലീബ്ര, ഓ ഗോഡ്, ഈ മാസം ഡിഫിക്കൾട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ്, ഒരു ഡിസപ്പോയിൻറ്റ്മെന്റ് ആണ്. എന്തോ നിങ്ങൾ കുറെ ആരോ നിങ്ങളെ ചതിച്ചു മാതിരി ഒരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. കുറെ ഡിപ്രഷൻ, അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കുറെ വിഷമമുണ്ട് ഈ മാസം. ഞാൻ കാണുന്നത് കുറെ ഒരു സാഡ്, ഡിപ്രസ്ഡ് ആയി എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു പുതിയ ലവ് സിറ്റുവേഷന്റെ എനർജിയാണ്, ഒരു ക്രഷിന്റെ എനർജി, ഇൻഫാച്വേഷന്റെ എനർജി ആയിരിക്കാം, ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം, ഒരു ഹോബി ആവാം. 6 ഓഫ് സോർഡ്സ്. പക്ഷെ ഈ സിറ്റുവേഷനിൽ, ഈ കാര്യത്തിൽ എന്തോ പറഞ്ഞ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതല്ല, ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ കാരണം ഇവിടെ കുറേ ഒരു ടെംപ്ടേഷൻസ് ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൻ്റെ വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ, ഒരു ക്ലാരിറ്റി ഇല്ല. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെ ഒരു ട്രസ്റ്റ് ഇല്ല. മറ്റേ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ ലൈഫിൽ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു, വേറെ ലവ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. നിങ്ങളൊരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണു. ഫുൾ ഒരു ട്രാവൽഡ് എനർജിയുമാണ്. അപ്പൊ മേ ബി നിങ്ങൾ ഈ മാസം ട്രാവൽ ചെയ്യാനുള്ള പ്ലാനും ഉണ്ടാവും.
പക്ഷേ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഈ പേഴ്സൺ ഒരു പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തായിരിക്കും ട്രാവൽ ചെയ്യണ്ടാവുക. ആൻഡ് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് ഇവരുടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാരുടെ കൂടെ അവർ ഡീൽ ചെയ്യണ്ടെന്ന്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൺ മാരീഡ് ആണ് ആൻഡ് അത് നിങ്ങൾക്ക് അറിയണ്ടായില്ല. അപ്പൊ ഇവിടെ ഞാൻ കുറെ സ്ട്രെസ് ആണ് കാണുന്നത്, കുറെ ആങ്സൈറ്റി കാണുന്നു. നിങ്ങൾക്ക് പറഞ്ഞ കുറെ വിഷമമുണ്ട്, ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്ങനെയാ ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഇതുമാതിരി ഒരു ചതി പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണ് ഇത് സ്റ്റോറിയിൽ. ഓക്കെ, പക്ഷെ കരിയറിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഹാപ്പി എനർജി കാണുന്നുണ്ട്. കരിയറിന്റെ കാര്യത്തിൽ ഇവിടെ കുറെ പൈസ വരുന്നുണ്ട്, ഫാമിലി ലൈഫ് സ്റ്റേബിൾ ആണ്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ അവിടെ ഞാൻ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്, പൈസയുടെ കാര്യത്തിലും സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ ലവിന്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അത്ര സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, ആൻഡ് പേജ് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇതൊരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. 5 സോഡ്സ് ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങൾക്കും വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഫയർ സൈൻ ഉണ്ട്, ഒരു വാട്ടർ സൈൻ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പൊ നിങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ സൂക്ഷിക്കണം, എന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ വരണ ആൾക്കാർ പറഞ്ഞ ലൈഫിൽ വരണ പുതിയ പേഴ്സൺ ആരെങ്കിലും ഉണ്ടെച്ചാൽ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇന്റൻഷൻസ് ശരിയായിരിക്കില്ല. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടേ, ആരുടെ കൂടെയാണ് സമയം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന്, അതുപോലും നിങ്ങൾക്ക് സൂക്ഷിക്കണം ഫ്യൂച്ചറിൽ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കരിയറുടെ ഫോക്കസ് ചെയ്യണ എനർജിയാണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ അത്ര ഫോക്കസ് ഇല്ല. കുറെ പറഞ്ഞ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഫാമിലിയുടെ സൈഡിൽ നിന്ന്, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന്. പക്ഷെ അതൊന്നും നിങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജി, കുറെ ഒരു ഡിസപ്പോയിന്റഡ് ആയ എനർജിയാണ് നിങ്ങൾ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ്. അപ്പോൾ ഇവിടെ 10 ഓഫ് സോഡ്സ് ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ കഴിഞ്ഞു, ഈ സ്റ്റോറി ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരണത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എല്ലാവർക്കും അത് വിഷമം ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിലാണ് വെച്ചാൽ ആ വിഷമം ഉണ്ടാവുന്നത് കുറെ നാച്ചുറൽ ആണ്. പക്ഷെ ഇപ്പോൾ മുമ്പോട്ട് പോകാനുള്ള സമയമായിരിക്കണോ, ഇതിനെ വിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം എടുക്കാം, ഹീൽ ചെയ്യാൻ എപ്പോഴും സമയം എടുക്കും. നമ്മൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ മാതിരി ഓൺ ഓഫ് ചെയ്യാൻ പറ്റില്ല ആ ഫീലിങ്സിനെ. അപ്പോൾ സമയം എടുത്ത് പക്ഷെ ആ ഇന്റൻഷൻ വേണം, മുമ്പോട്ട് പോകണം, എനിക്ക് മൂവ് ഓൺ ചെയ്യണം, ആ ഇന്റൻഷൻ ഉണ്ടാവണം. അപ്പോഴേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോഴും ആ പാസ്റ്റ് പേഴ്സണിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കണേ. അവര് തിരിച്ചു വരും എന്നൊരു ഹോപ്പ് ഉണ്ടാവും. പക്ഷെ ആ ഹോപ്പ് വെച്ചാൽ ഈ ഹീലിംഗ് നടക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഫാക്ടർ എംപ്രസ് ആണ്. അപ്പോൾ എംപ്രസ് ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ് ആണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് സൂക്ഷിക്കണം. നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നന്റ് ആണ് എന്ന് അങ്ങനത്തെ ഒരു ന്യൂസ് ആവാം. അതല്ലച്ചാ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ പേഴ്സന്റെ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടെന്ന് നിങ്ങൾക്ക് അതും ചിലപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ആൻഡ് അതും ഒരു ഷോക്ക് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എംപ്രസ്, കിങ് ഓഫ് കപ്സ്, ഇവിടെ സ്കോർപ്പിയോ എനർജി ആൻഡ് 9 ഓഫ് വോൺസ്. നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ വരുമ്പോൾ കുറച്ചൊരു പേടിയുണ്ട് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ. ഓക്കെ, പക്ഷെ ഇവിടെ ഔട്ട്കം നിങ്ങളുടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇതൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണേ, സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ.
പക്ഷെ ഈ പുതിയ ബിഗിനിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ധൈര്യം വേണം, ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കണം. പേടിച്ചിരുന്ന മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറെ ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്, ഈ സെപ്പറേഷന്റെ കാരണമായിരിക്കാം. പക്ഷെ അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇപ്പോ സമയമായിരിക്കണു. അതാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോ ലിയോ വെർഗോ എനർജി ഉണ്ട് ഇവിടെ. ഫയർ സൈൻസ് ഉണ്ട്, എരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഫ്യൂച്ചറിലെ പേഴ്സൺ കാണുന്നത് ഞാനൊരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്? നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് ഇവിടെ ഒറക്കിൾ മെസ്സേജിൽ ഇൻസൈറ്റ് ആണ്. ഓക്കെ, ബ്രൈറ്റ് ഐഡിയാസ് ആർ കമ്മിങ്. an epiphany often arrives when the mind is totally quiet. Give yourself a mental break to open up your imagination and allow brilliant ideas to emerge. അപ്പോൾ എന്തോ ഒരു ബ്രില്യൻറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇത് കരിയറുടെ കാര്യത്തിലായിരിക്കാം, ജനറൽ ലൈഫിലായിരിക്കാം. പക്ഷെ ഈ ഐഡിയ, ഈ പുതിയ ബിഗിനിങ്, ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ്, പക്ഷെ ഇതൊരു പുതിയ ബിഗിനിങ്ങും ആവാം. ഈ പുതിയ ബിഗിനിങ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഇവിടെ വരണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു മനസ്സ് ക്വൈറ്റ് ആക്കണം. നിങ്ങളുടെ ഇമോഷൻസ് ഇപ്പോൾ കുറെ ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ സക്സസ്സും ഉണ്ട്. അപ്പോൾ കരിയറിൽ ഞാൻ പറഞ്ഞ മാതിരി കുറെ സക്സസ്ഫുൾ സമയമാണ് ഈ മാസം. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഫോർ യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയായ സമയത്ത് ആവും. അപ്പോൾ അതിന് റിസീവ് ചെയ്യാൻ റെഡി ആവുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് കുറച്ചൊരു നെഗറ്റീവ് മൈൻഡ് ഫ്രെയിമിലാണ് നിങ്ങൾ. അപ്പോൾ അതിന് പുറത്ത് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായി, മൈൻഡ് പോസിറ്റീവായി വെക്കുമ്പോൾ, മനസ്സ് പോസിറ്റീവായി വെക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ട്, പുതിയ ബിഗിനിങ്സ് ഉണ്ട് കുറെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. അപ്പോൾ ലീബ്ര, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.